ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വ്ളോഗ്സ് ഓഫ് സുബു. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ? വട എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നുവടയാണ്. അപ്പോൾ ഉഴുന്നുവടയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉഴുന്നാണ്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയ 2 ഗ്ലാസ് ഉഴുന്ന് 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം ആദ്യം അരയ്ക്കാൻ. ഇപ്പോൾ നമ്മൾ അരച്ചെടുത്ത മാവിൽ ഒരു തവി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്ത മാവിൻ്റെ പരുവം അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്കുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ സ്വല്പം മാവ് എടുത്ത് ഇട്ട് നോക്കാം. അപ്പോൾ എന്താണ്ട് ഇതേപോലെ വെള്ളത്തിലിങ്ങനെ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ നമ്മുടെ മാവിൻ്റെ പരുവം ഓക്കെയാണ്. ഇനി അരച്ചെടുത്ത മാവ് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഉഴുന്നുവടയ്ക്ക് ഉഴുന്ന് മാത്രം പോരാ, വേറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, നോക്കിയാലോ. 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത്, പിന്നെ 4 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 1 സ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തത്. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത മാവിലേക്ക് 2 സ്പൂണ് അരിപ്പൊടി ഇടുക, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് അല്ലേ, അതെല്ലാം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. ലാസ്റ്റ് ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ഇടണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ വട ഉണ്ടാക്കാനുള്ള മാവ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് ചീനിച്ചട്ടി വെക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലോണം തിളച്ചെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ മാവ് ഇതിലേക്ക് ഇടാവൂ. ഇനി നമുക്ക് വട ഉണ്ടാക്കാനായിട്ട് മാവൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്യുന്നതിന് മുമ്പേ കൈ ഒന്ന് തണുത്ത വെള്ളത്തിൽ നനയ്ക്കണം. എന്താണെന്ന് വെച്ചാൽ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ്ട് നമ്മുടെ കൈവെള്ളം വെച്ച് തന്നെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ഹോളുണ്ടാക്കി വെക്കുക. കണ്ടില്ലേ, ഇതേപോലെ ആവും ഷേപ്പ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലേക്ക് ഇടാം. ഒരേ സമയം 2-3 എണ്ണം ഇട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്, എന്നാലേ നന്നായിട്ട് വെന്ത് വരും. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ വടയുടെ ഉൾവശം വേവാണ്ട് വരും. അപ്പോൾ ഇതേപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഏതാണ്ട് ഗോൾഡൻ കളറൊക്കെ ആയി വരുന്നു. നമുക്കതിനെ കോരി മാറ്റാം. നമ്മൾ ഏതാണ്ട് ഒരു 2 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തത്. അത് വെച്ചിട്ടാണ്ട് ഒരു 10-12 വട നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് വൈകിട്ട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രം സുബു.